നമ്മൾ ഇതിന് മുമ്പ് കണ്ടിന്യൂറ്റി ആയിട്ട് രണ്ട് പ്രോബ്ലംസ് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തിങ്കിങ് പ്രോസസ്സൊക്കെ മനസ്സിലാക്കി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് NCERT എക്സാംപ്ലറിൻ്റെ ഇത് NCERT എക്സാംപ്ലർ PDF ആണ്. ഓക്കെ, NCERT എക്സാംപ്ലറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ സ്പീഡ് റൺ ചെയ്യാൻ പോവുക. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ x³ + 2x² - 1 at x = 1. അതായത് ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യണം 1-ൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ദിസ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷനുകളുടെ പ്രത്യേകത എന്താ? ഇവിടെ കണ്ടിന്യൂറ്റിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരുന്നില്ല. ബിക്കോസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് കർവ്സ്. നമ്മളിപ്പോൾ x³ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു സാധനമാണ് വരിക. ഇത് എപ്പോഴും കണ്ടിന്യൂസ് ആണ്. സോ ദിസ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ്. അതുകൊണ്ട് 1-ലും കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. f of x is equal to 3x + 5 if x is greater than equal to 2. നമുക്കിത് കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം. സോ കണ്ടിന്യൂസ് ആണെന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം LHL കൺസിഡർ ചെയ്യണം. LHL കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷനാണ് എടുക്കേണ്ടത് 3x + 5. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2. LHL കൺസിഡർ ചെയ്യാനായിട്ട് 3x + 5 എടുക്കുമ്പോൾ നമുക്ക് എത്ര വരിക? 3 × 2 6, 6 + 1 എന്ന് പറയുമ്പോൾ 11 ആണ് വരിക. അപ്പോൾ LHL ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വരാൻ പോകുന്നത് 11 ആണ്. RHL നമുക്ക് വരുന്നത് x² എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. ഇവർ രണ്ടുപേരും ഈക്വൽ അല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കണ്ടിന്യൂസ് ആയിരിക്കും, ഒബ്വിയസ്ലി ആയിരിക്കില്ല. മൂവിംഗ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. f of x is equal to 1 - cos 2x divided by x². If x is not equal to 0 and 5 if x is equal to 0. അപ്പോൾ നമുക്കറിയാം വീണ്ടും കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ LHL is equal to RHL is equal to f of 0 എന്നാണ് വരേണ്ടത്. ഇവിടെ f of 0 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ LHലും RHലും രണ്ടും 5-ന് ഈക്വൽ ആയിരിക്കണം. ഇവിടെ പ്രത്യേകത എന്താ? x not equal to 0 ആണ്. അതായത് x not equal to 0 ഈ ഫംഗ്ഷൻ ഡെഫിനിഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. x not equal to 0 ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് LHലും നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ 1 - cos 2x divided by x² ആണ്. RHലും നമ്മൾ ഇതേ ഫംഗ്ഷൻ ഈ ഡെഫിനിഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ ടു 5 ഏതെങ്കിലും ഒരാളാണോ നോക്കിയാൽ മതി. LHലും RHലും രണ്ടിൻ്റെയും വാല്യൂ എന്തായാലും ഈക്വൽ ആയിരിക്കും. അതിൽ രണ്ട് പേരുടെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി? ഈ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 5-ന് ഈക്വൽ ആയിരിക്കണമെന്ന് നോക്കിയാൽ മതി. സോ അത് നോക്കാനായിട്ട് അപ്പം ബേസിക്കലി നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ മാറാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 - cos 2x divided by x². ഇത് 5 ആണോ എന്നാണ് ഇനി നമ്മുടെ ചോദ്യം വരുന്നത്. എന്ത് പറ്റി? ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 - cos 2x divided by x² 5 ആണോ എന്നാണ് ഇനി നമ്മുടെ ചോദ്യം വരുന്നത്. ഇതാണോ എന്നാണ് ചോദ്യം വരുന്നത്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 - cos 2x divided by x². ഈ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് 5 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കണ്ടിന്യൂസ് ആയിരിക്കും. 5 അല്ലെങ്കിലോ അതിൻ്റെ അർത്ഥം ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. സോ 1 - cos 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് 2 sin² x ആണ് വരിക. ഓക്കെ, നമുക്കറിയാവുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. cos 2xൻ്റെ ഡയറക്റ്റ് ഫോർമുലയാണത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2 sin² x divided by x² എന്നാണ് വരിക. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ 2-ന് പുറത്തേക്ക് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 2-ന് പുറത്തേക്ക് എടുത്താൽ നമുക്ക് വരിക ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin² x divided by x² എന്നാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി 11th എന്നറിയാം. ദിസ് ലിമിറ്റ് ഇസ് ബേസിക്കലി 1. സോ ഇതിൻ്റെ മൊത്തത്തിൻ്റെ ആൻസർ വരിക 2 എന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 5 കിട്ടണം. ഈ ലിമിറ്റിൻ്റെ വാല്യൂ 5 കിട്ടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിരുന്നേനെ. ഇവിടെ 5 അല്ല കിട്ടുന്നത്. ബിക്കോസ് LHലും RHലും ലിമിറ്റിംഗ് വാല്യൂ ബേസിക്കലി 2 ആണ് കിട്ടുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താ? ഡിസ്കണ്ടിന്യൂസ് ആണിത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 f of x is equal to 2x² - 3x - 2 by x - 2 if x is not equal to 2. ഓക്കെ, ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തന്നെ LHL RHL എന്തായാലും ഈക്വൽ ആയിരിക്കും. കാരണം
എക്സ് നോട്ട് ഈക്വൽ ടു 2ൽ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. അതായത് എക്സ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് 2നെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും 2നെ നമ്മൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ രണ്ട് കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഡെഫിനേഷൻ ഇത് തന്നെ ആയതുകൊണ്ട് എൽ എച്ചിൽ ആർച്ചിൽ എന്തായാലും ഈക്വൽ ആയിരിക്കും. ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല. അപ്പോൾ ബേസിക്കലി അത് നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളിനി ആകെ ഒറ്റൊരു കാര്യം നോക്കിയാൽ മതി. വീണ്ടും നേരത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 2 ഈ സാധനം അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, നോട്ട് ദിസ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഒറ്റൊരു കാര്യം നോക്കിയാൽ മതി. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2x² മൈനസ് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയ്ക്കാണ്? ഇത് 5 ആണോ എന്ന് നോക്കിയാൽ മതി. ഇത് 5 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ വെൽ ആൻഡ് ഗുഡ്. ഇത് 5 അല്ലെങ്കിൽ ഇറ്റ് മീൻസ് ദിസ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. ഇത് 5 ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. സോ ഇതാണ് നമ്മുടെ അടുത്ത എന്താ പറയുക ചെക്ക് ചെയ്യേണ്ട കാര്യം. സോ വി ആർ ഗോയിങ് ടു ചെക്ക് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2x², പിന്നെന്തായിരുന്നു, മൈനസ് 3x മൈനസ് 2 ആണോ, മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഈ ലിമിറ്റിൻ്റെ വാല്യൂ എത്ര ആണെന്നാണ് ഇനി നോക്കാൻ പോണേ അല്ലേ? കറക്റ്റാ, യെസ്. നൗ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? 2x² മൈനസ് 3x. ഇത് ഓബ്വിയസ് ആണ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ട? ഫാക്ടറൈസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ 2x² മൈനസ് 3x അല്ല വേണ്ട, മൈനസ് 4x പ്ലസ് എക്സ് മൈനസ് 2 എന്ന് ഫാക്ടറൈസ് ചെയ്തൂടെ? ഓക്കെ, സോ ഇത് ഫാക്ടറൈസ് ആയിട്ടില്ല, ഇത് ഇതുവരെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ളൂ. ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത് സ്പെഷ്യലായിട്ട് പറയണില്ല. ഇനി നമുക്ക് 2x കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ് വരും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2x കോമൺ എടുത്താൽ മൈനസ് 2 എന്ന് വരും. ഇവിടെ നമുക്ക് 1 കോമൺ എടുത്താൽ എക്സ് മൈനസ് 2 എന്ന് വരും. അപ്പോൾ നമുക്ക് 2x പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ഫാക്ടറൈസിങ് തീർന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ എക്സ് മൈനസ് 2നെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2x² മൈനസ് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഈ സാധനം തന്നെ ഈ സാധനം. സോ നമുക്ക് ഇനി എന്തെന്ന് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 ഈ സാധനത്തിന് മൊത്തം ഈ 2x² മൈനസ് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 മൊത്തത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? നമ്മൾ ബേസിക്കലി ഫാക്ടറൈസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2x പ്ലസ് 1 എന്ന് വരും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇടാം. സോ 2 × 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 × 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എത്ര കിട്ടുണ്ടായിരുന്നത്? 5 തന്നെ കിട്ടുണ്ടായിരുന്നത്. നമുക്ക് എത്ര കിട്ടിയ? 5 തന്നെ കിട്ടിയ. അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്താ? കണ്ടിന്യൂസ് ആണ്. മൂവിങ് ഓൺ ടു ദ 5th ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ട്രിക്കിയർ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാനിത് അപ്പുറത്തേക്ക് കോപ്പി എടുക്കുകയാണ്. വി ആർ ടോൾഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ്റെ മോനെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 അല്ല, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 അല്ലല്ലോ. Let me just check the question. Okay, correct. Modulus of x minus 4 divided by 2 times modulus, verum just x minus 4. If x is not equal to 4. അപ്പോൾ ഇവിടെയും വീണ്ടും അതേ ലോജിക്കാണ്. അതേ ലോജിക്ക് തന്നെയാണ്. LHL RHL രണ്ടുപേരും ഒന്നെങ്കിൽ ഈക്വൽ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര നോക്കിയാൽ മതി. ലിമിറ്റിംഗ് വാല്യൂ ഡയറക്റ്റ് 0ക്ക് ഈക്വൽ ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ഡയറക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 0ക്ക് ഈക്വൽ ആണോ നോക്കിയാൽ മതി. സോ ബേസിക്കലി വി ആർ ഗോയിങ് ടു ചെക്ക് ദ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ടൈംസ് എക്സ് മൈനസ് 4. ഈ ഒരു വാല്യൂ 0ക്ക് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഈ സാധനം കണ്ടിന്യൂസ് ആണ്. 0ക്ക് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഒരു ഡെഫിനിഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 4നും അതുപോലെ തന്നെ എക്സ് ലെസർ ദാൻ 4നും രണ്ടിനും ഒരേ ഡെഫിനിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു LHL RHL ഒന്നെങ്കിൽ ഒരു ഈക്വൽ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന്. അത് ശരിയല്ല. അത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് സപ്പോസ് വി ആർ കൺസിഡറിങ് ദിസ് ഈ ഒരു ലിമിറ്റിൻ്റെ ഇപ്പോൾ ബേസിക്കലി ഒബ്വിയസ്ലി കുറച്ചുകൂടി ക്ലിയർ ആക്കി പറയാനാണെങ്കിൽ ഈ ഒരു ലിമിറ്റിന് ബേസിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലി നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു LHL ഉണ്ടാവും.
ഇതിനൊരു ആർച്ചിലുണ്ടാവും. ഇനി പ്രാക്ടിക്കൽ പർപ്പസുകൾ നമ്മൾ സാധാരണ നമുക്ക് ലിമിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ LHL ആർച്ചിൽ കണക്കൂട്ടാൻ പോകാറില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റിനിൽ ചെറിയൊരു ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ഉണ്ട്. സോ ബേസിക്കലി LHL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? LHL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 മൈനസ് മോഡുലസ് എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് എക്സ് മൈനസ് 4. ഇതല്ലേ LHL വരിക. 4 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വി ആർ അപ്രോച്ചിങ് 4 ഫ്രം നമ്പേഴ്സ് ദാറ്റ് ആർ ലെസർ ദാൻ 4. 4-നെക്കാട്ടും താഴ്ന്നിട്ടുള്ള നമ്പർ 3, 2, 1 അതിനുള്ളിൽ നിന്നാണ് നമ്മൾ 4ലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡുലസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് സപ്പോസ് ഞാൻ 4-നെക്കാട്ടും താഴെയുള്ള ഒരു നമ്പർ കൺസിഡർ ചെയ്യുക. ഞാൻ 3 കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ഈ 3-നെ പിടിച്ചിട്ട് ഞാൻ മോഡുലസിൻ്റെ ഉള്ളിട്ട് എനിക്ക് എന്ത് വരും? മോഡുലസ് ഓഫ് 3 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതല്ലേ തരാം. ഇനി ഞാൻ ആർച്ചിലും കൂടി കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 4 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ, വീണ്ടും അതേ ലോജിക് തന്നെ 2 ടൈംസ് എക്സ് മൈനസ് 4. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ നമ്മൾ വി ആർ അപ്രോച്ചിങ് 4 ഫ്രം 4 പ്ലസ്, അതായത് 4-നെക്കാട്ടും ഗ്രേറ്റർ ദാൻ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ 4-നെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് 6, 5, 4.5, 4.3, 4.2, 4.1 അങ്ങനെ പതുക്കെ നമ്മൾ 4ലേക്ക് എത്താം. ഗ്രേറ്റർ ദാൻ 4-ൽ നിന്നാണ് 4ലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റ് സപ്പോസ് ഐ എം ഗോയിങ് ടു പുട്ട് ഒരു ഗ്രേറ്റർ ദാൻ 4 നമ്പർ എടുത്തു, 5 എടുത്തു വിചാരിക്കാം. എന്നിട്ട് ഞാൻ 5-നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ 5 മൈനസ് 4 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 എന്ന് തന്നെ കിട്ടും. സോ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പ്ലസ് എന്നാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് പറയുന്നത് ആക്ച്വലി വെറും എക്സ് മൈനസ് 4 തന്നെയാണ്. നമ്മൾ 4 മൈനസ് എന്നാണ് അപ്രോച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ലെസർ ദാൻ 4 നമ്പേഴ്സിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് പറയുന്നത് ആക്ച്വലി 4 മൈനസ് എക്സ് ആണ് വരിക. നോക്കിയേ, കാരണം എനിക്ക് 4 മൈനസ് 3 ചെയ്താലാണ് എനിക്ക് 1 കിട്ടുക. ഓക്കെ, ഇവിടുത്തെ കേസിൽ 5 മൈനസ് 4 ചെയ്തപ്പോൾ 1 കിട്ടി, അത് മോഡുലസ് ഇട്ടപ്പോൾ നമുക്ക് ഇത് കിട്ടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 4 മൈനസ് എക്സ് ആണ് നമുക്ക് എന്ത് കിട്ടുക? 1 കിട്ടുക. അപ്പോൾ ഇവിടെ LHL RHL ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. LHL എന്താ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 മൈനസിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മോഡ് ഓഫ് എക്സ് മൈനസ് 4 എന്താവും? 4 മൈനസ് എക്സ് ആവും ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് വരും. ഇത് LHL കേസ്. RHL കേസോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4. RHL കേസിൽ നമ്മൾ എക്സ് മൈനസ് 4 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോഡ് അതേ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യുക. സോ 2 ടൈംസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് വരും. ഇത് ബേസിക്കലി വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇത് ഹാഫ് എന്ന് വരും. ഇവിടുത്തെ കേസിൽ പ്രത്യേകത ഹാഫിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, കാരണം 2 കോൺസ്റ്റന്റ് ആണ്. പിന്നെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4. ഈ 4 മൈനസ് എക്സിനെ എനിക്ക് വേണമെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് വിളിച്ചൂടെ? ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. ഇത് വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഹാഫ് എന്ന് കിട്ടും. സോ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് LHL കിട്ടിയേക്കുന്നത് എത്രയാണ്? നെഗറ്റീവ് ഹാഫ്. എനിക്ക് RHL കിട്ടിയേക്കുന്നത് എത്രയാണ്? വെറും ഹാഫ്. LHL RHL ഈക്വൽ ആണോ? അല്ല. LHL RHLും ഈക്വൽ അല്ല. എവിടെ? എക്സ് ഇസ് ഈക്വൽ ടു 4ൽ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ LHL നോട്ട് ഈക്വൽ ടു RHL, എക്സ് ഇസ് ഈക്വൽ ടു 4ൽ. അങ്ങനെ ആകുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണ്? അപ്പോൾ പിന്നെ നമുക്ക് ഈ സാധനം നോക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇത് നോക്കേണ്ട ആവശ്യം തന്നെയില്ല. സോ ദിസ് ഇസ് എ പ്രെറ്റി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഈ മോഡ് വരുന്ന ക്വസ്റ്റ്യനുകൾ ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ ചേഞ്ച് ആവുന്ന ആ ഭാഗത്ത് ഇവരിങ്ങനെ പറഞ്ഞാൽ പോലും ആക്ച്വലി LHL RHLനുള്ള സ്കോപ്പ് ഉണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു കോസ് 1/x ഇഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. വീണ്ടും കോസ് എക്സ് ആണ്, കുറച്ച് പണിയാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താ ഫംഗ്ഷൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് കോസ് 1/x. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സ് 0 ആണെങ്കിലോ? എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 തന്നെ. ഈ സാധനം നമ്മൾ എന്താ നോക്കേണ്ടത്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് കണ്ടിന്യൂസ് ആണെന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ മോഡ് കാരണം പ്രശ്നമാണ്. മോഡ് ഭയങ്കര വലിയ പ്രശ്നമാണ്. സോ ഇവിടെ ബേസിക്കലി നമുക്ക് LHL ഉണ്ടാവും, RHL ഉണ്ടാവും, അതുപോലെ തന്നെ ഇതൊക്കെ നോക്കണം. ഓക്കെ, സോ LHL എന്താ പറയുക? സോ LHL ഇസ് ബേസിക്കലി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് മോഡ് എക്സ് കോസ് 1/x. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ മോഡ് എക്സ്. ഓക്കെ, മോഡ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ഇഫ് എക്സ് ഇസ് ലെസർ ദാൻ 0. നമ്മൾ 0 മൈനസിൽ നിന്ന് അപ്രോച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ?
സീറോ മൈനസിൽ നിന്ന് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോന് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണത്. ഓക്കെ, ഈ നെഗറ്റീവ് നമ്പേഴ്സ് അതായത് -3 -2 -1 അങ്ങനെയാണ് നമ്മൾ സീറോയിലേക്ക് പതുക്കെ പതുക്കെ കയറുന്നത്. ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സിനെ മോഡ് എന്താ ചെയ്യുക, പോസിറ്റീവ് ആക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു -3നെ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ -3, ഇതിനെ എനിക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, എന്നാലാണ് ഇത് പോസിറ്റിവിറ്റി വരും. ഇതേ പണി തന്നെയല്ലേ ഈ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന പണി തന്നെയല്ലേ ഈ മോഡ് ചെയ്യണേ. ഓക്കെ, സോ ബേസിക്കലി മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താ, മോഡ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആയിരിക്കും ഈ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി എനിക്ക് ഇതിന് എന്തെന്ന് പറയാം, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 നെഗറ്റീവ് എക്സ് കോസ് 1/x അങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ, നമുക്ക് ഈ കോസിൻ്റെ ഉള്ളിലത്തെ ആൾ വിട്. ഓക്കെ, കോസിൻ്റെ ഉള്ളിലത്തെ ആൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കോസിൻ്റെ ഉള്ളിലത്തെ ആൾ ഇങ്ങനെ പോവുക, കോസ് 1/1 ഇൻഫിനിറ്റി 0യിലേക്ക് പോകണം. അപ്പോൾ 1/x എങ്ങോട്ട് പോകുക, ഒബ്വിയസ്ലി അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. ഓക്കെ, അത് പോട്ടെ, അതങ്ങ് പോയിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന എല്ലാ പ്രോബ്ലവും ഒരു ബാഡ് തിങ് അല്ല. കാരണം നമുക്കറിയാം കോസിൻ്റെ ഗ്രാഫ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് +1 ട്രിഗ്നോമെട്രിയിൽ. കോസിൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക, കോസിൻ്റെ ഗ്രാഫ് ഇതുപോലത്തെ ഒരു സാധനമാണ് വരിക. കുറച്ചുകൂടി വൃത്തിയായിട്ട് വരയ്ക്കാം. കോസിൻ്റെ ഗ്രാഫ് ഇതുപോലത്തെ ഒരു സാധനമാണ് ഈ കോസിൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഇൻഫിനിറ്റി വരെ പോയാലും കോസിൻ്റെ ഗ്രാഫ് ഇതുപോലെ തന്നെയല്ലേ, ഈ സാധനം തന്നെയല്ലേ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കോസ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓക്കെ ഹൂസ് വാല്യൂസ് ഓസിലേറ്റ് ബിറ്റ്വീൻ 1 ആൻഡ് -1. കോസ് എക്സിന്റെ പ്രത്യേകത എന്താ, അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം -1ന്റെ ഉള്ളിലേക്ക് കടന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഓക്കെ, എക്സിന്റെ വാല്യൂ എന്താണെങ്കിലും, അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, കോസ് തീറ്റ എന്ന് വിചാരിച്ചു. ഈ കോസിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള തീറ്റയുടെ വാല്യൂ എന്താണെങ്കിലും ഇറ്റ് വിൽ ഓൾവേസ് ബി എ നമ്പർ. കോസ് തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും 1 അല്ലെങ്കിൽ -1ന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ അടിച്ചാടി കളിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ വി ഹാവ് ഓൺ ദി അതർ സൈഡ് വി ഹാവ് എക്സ്, അല്ലെങ്കിൽ ഓൺ ദി അതർ സൈഡ് വി ഹാവ് -x, such that x is a number that is going to 0. x കണ്ടിന്യൂസ്ലി 0ന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 0ന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറിനെ -1ന്റെ ഉള്ളിൽ കടന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും ആൻസർ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് വാല്യൂ അങ്ങോട്ടേക്കും പോവുക, 0ലേക്ക് തന്നെ പോവുക. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഒന്ന് കറക്റ്റായിട്ട് കുറച്ചുകൂടി ഒന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ട് എഴുതാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് പുറത്തിരിക്കട്ടെ, എക്സ് കോസ് 1/x ആണ്, മോഡില്ല 1/x. ഓക്കെ, ഈ എക്സിന്റെ പ്രത്യേകത ഇത് 0ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ കോസിന്റെ പ്രത്യേകത ദിസ് കോസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ദാറ്റ് വിൽ ഓൾവേസ് ലൈ ബിറ്റ്വീൻ 1 ആൻഡ് -1. -1 to 1 വരെ ലൈ ചെയ്യുന്ന ഒരാളാണ് ഈ കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കോസിന്റെ വാല്യൂ കണ്ണടച്ചിട്ട് എപ്പോൾ എടുത്താലും ആ ഒരു നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 1 അല്ലെങ്കിൽ -1ന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരാളായിരിക്കും. അങ്ങനത്തെ ഒരു നമ്പറിനെയാണ് പിടിച്ചിട്ട് നമ്മൾ 0ലേക്ക് പ്രോഗ്രസീവ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0ലേക്ക് പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി എന്തുണ്ടാവും, ഈ ഫുൾ വാല്യൂ, ഈ എക്സ് കോസ് 1/x എന്ന് പറയുന്ന ഫുൾ വാല്യൂ അങ്ങോട്ട് പോകും 0ലേക്ക്. ഇതാണ് ഇവിടുത്തെ ലോജിക്കൽ, ആൻഡ് ദിസ് ഇസ് ദ വാല്യൂ ഓഫ് യുവർ LHL. ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നൗ വി ആർ ഗോയിങ് ടു ദി ആർച്ചൽ പാർട്ട്. ആർച്ചൽ ഇപ്പം ഇന്നത്തെ വ്യത്യാസം ഉണ്ടാവണം, വലിയ വ്യത്യാസം ഉണ്ടാവും, വലിയ വ്യത്യാസമൊന്നുമില്ല. So this is your LHL part, ഞാൻ പറഞ്ഞു. Now we are going to the RHL part. RHL വലിയ വ്യത്യാസം ഉണ്ടാവും, ഇല്ല. എന്തുണ്ടാവുക, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0+. ആകെ ഒരു വ്യത്യാസമുള്ളൂ, മോഡ് എക്സിന്റെ വലിയ ഇപ്പോൾ ജസ്റ്റ് എക്സ് എന്നായിരിക്കും. കാരണം ഇപ്പോൾ 0നെ പോസിറ്റീവ് വാല്യൂസിന്റെ അവിടെ നിന്നല്ല അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, നമുക്ക് ഓൾറെഡി അറിയാം. സോ എക്സ് കോസ് 1/x അങ്ങനെ വരും. ദിസ് ഈസ് ഓൾസോ എ വാല്യൂ ദാറ്റ് ഈസ് പ്രോഗ്രസീവ്ലി ഗോയിങ് ടുവേർഡ്സ് 0. കോസ് എന്ന് പറയുന്ന വാല്യൂ ഇപ്പോഴും എന്താ -1 1ന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരാളാണ്. സോ ഈ ഹോൾ വാല്യൂ ഇങ്ങോട്ട് പോവുക, 0ലേക്ക് പോവുക. സോ LHL നമ്മൾ എങ്ങനെ പോയാൽ 0ലേക്ക് പോയത്, അവിടേക്ക് തന്നെയാണ് നമ്മുടെ ആർച്ചിലും പോകുന്നത്. സോ ലിമിറ്റിന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഇനി ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ, എവിടെ ക്വസ്റ്റ്യൻ, ഇതല്ല ക്വസ്റ്റ്യൻ. ഫംഗ്ഷന്റെ വാല്യൂ എത്രയാ, ഫംഗ്ഷന്റെ വാല്യൂം x = 0 എത്ര തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ LHL RHL ഫംഗ്ഷണൽ വാല്യൂ എല്ലാം ഈക്വൽ ആയി. അപ്പോൾ എന്തായി, ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. അതൊക്കെ അല്ലേ. മൂവിങ് ഓൺ ടു ദ 7th ക്വസ്റ്റ്യൻ. f of x എന്ന് പറയുന്നത് x - a sin 1/x - a. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇത് x not equal to 0 അല്ല, ഇത് x not equal to a ആണ്. ഓക്കെ, ഇത് ബേസിക്കലി ജസ്റ്റ് മോഡിനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും തിരിപ്പിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ,
സോ ബേസിക്കലി നമ്മൾ നേരത്തെ 6th ക്വസ്റ്റിനിൽ അപ്ലൈ ചെയ്ത അതേ ലോജിക് തന്നെയാണ് ഈ 7th ക്വസ്റ്റിനിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 7 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എക്സ് മൈനസ് എ എന്നല്ലേ പറഞ്ഞത്, മോഡ് എക്സ് മൈനസ് എ ടൈംസ് സൈൻ 1/x minus a. Okay, if x is not equal to a and 0 എന്നല്ല പറഞ്ഞത്, if x equals to a. ഇവനെ ഇനി വീണ്ടും നേരത്തെ കോസ് പറഞ്ഞ പോലെ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. സൈൻ എന്ന് പറയുന്നത് ഇസ് എ മാത്തമാറ്റിക്കൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ദാറ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -1 and 1. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എൽ എച്ച് എൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇനി മോഡ് ഓഫ് എക്സ് മൈനസ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് മോഡ് ഓഫ് എക്സ് മൈനസ് എന്ന് പറയുന്നത് എ മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, സൈൻ 1/x മൈനസ് എ. നമ്മൾ എയിലേക്ക് ക്ലോസറായി പോകുമ്പോൾ എക്സിന്റെ വാല്യൂ എയിലേക്ക് ക്ലോസറായി പോകുമ്പോൾ എ മൈനസ് എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാ പോവുക? എക്സിന്റെ വാല്യൂ എയിലേക്ക് പോകുമ്പോൾ ഈ എ മൈനസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ടാ പോവുക? 0ലേക്കല്ലേ പോവുക? അല്ലെ, 0ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് പ്രോഗ്രസീവ്ലി ഗോയിങ് ടുവേർഡ്സ് 0. ദിസ് ഇസ് എ വാല്യൂ ദാറ്റ് ഇസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ -1 and 1. -1 1ന്റെ ഇടയ്ക്ക് ഏതൊരു വാല്യൂ ആണ്. സോ ഈ ലിമിറ്റ് മൊത്തമായിട്ട് എങ്ങോട്ട് പോവുക? ഈ വാല്യൂ മൊത്തമായിട്ട് എങ്ങോട്ട് ലിമിറ്റ് ചെയ്യുക? 0ലേക്ക് ലിമിറ്റ് ചെയ്യുക. എൽ എച്ച് കിട്ടി. ഇതേ രീതിയിൽ തന്നെ ആർച്ചിലും നോക്കി ചിന്തിച്ച് നോക്കിക്കോ. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ആർച്ചിലും ചിന്തിച്ച് നോക്കിക്കോ, അതും 0 തന്നെ വരും. സോ ദിസ് വിൽ, കാരണം ഒബ്വിയസ്ലി നോക്കിക്കോ ഇവിടെ എ മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിക്കേ, എക്സ് എയിലേക്കാണ് ടെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ മൈനസ് എക്സ് 0ലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ എക്സ് മൈനസ് എയും 0ലേക്ക് തന്നെ പോവുക. അപ്പോൾ ആർച്ചൽ വരുന്ന സമയത്ത് ഇവിടെ എക്സ് മൈനസ് ആകെ വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് മൈനസ് എന്ന് വരും ആർച്ചലിൽ. ബാക്കിയൊക്കെ ലോജിക്ക് സെയിം തന്നെയാണ്. സോ അതും എങ്ങനെ തന്നെ പോവുക? 0 തന്നെ വരിക. സോ ദിസ് ഇസ് ഓൾസോ കണ്ടിന്യൂസ്. സോ ഇവനും ഇതന്നെ എന്തുതന്നെയാണ്? കണ്ടിന്യൂസ് തന്നെയാണ്. ആ ഒരു ലോജിക്ക് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. മൂവിങ് ഓൺ ടു ദ 8th ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e raised to 1/x divided by 1 plus e raised to 1/x if x is not equal to 0 if x is equal to 0. ഇതൊന്ന് നോക്കണം, എഴുതി നോക്കണം. f of x is equal to e raised to 1/x divided by 1 plus e raised to 1/x if x is not equal to 0 and 0 if x is equal to 0. ഇതെന്ത് ചെയ്യും ആലോചിക്കട്ടെ. ആദ്യം തന്നെ ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്. കാരണം അതായത് എക്സിനെ ഡയറക്റ്റ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സിന്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ ഈ 1/x എന്ന് പറയുന്ന സാധനം ഇൻഫിനിറ്റിയിലേക്ക് പോകണം. ആൻഡ് ദിസ് ഇസ് ഇൻഫിനിറ്റി ഇസ് നോട്ട് പ്രോപ്പർലി എ നമ്പർ. ഓക്കെ, ഇറ്റ് ഇസ് എ കൺസെപ്റ്റ്. സോ ഇത് പ്രോബ്ലം ഉണ്ടാക്കും. യെസ്, ദിസ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഇവിടെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കട്ടെ. ഓക്കെ, സോ ഇതിനെ ബേസിക്കലി പറയാനാണെങ്കിൽ ഞാൻ ഈ 1/x എന്ന് പറയുന്ന സാധനത്തിന് ടി എന്ന് വിളിക്കാൻ പോവാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എൻ്റെ എൽ എച്ച് എൽ ആർ എച്ച് എൽ കൺസിഡർ ചെയ്യാൻ പോവാം. സോ എൽ എച്ച് എൽ എന്ത് വരാ? ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 1/x എന്ന് പറയുന്നത് ടി ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് 0 മൈനസിലേക്ക് പോകില്ലേ? അതായത് എക്സ് 0നെ നെഗറ്റീവ് വാല്യൂസിൽ നിന്ന് അപ്രോച്ച് ചെയ്യില്ലേ? എൽ എച്ച് എൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 0 മൈനസിലേക്ക് അല്ല ടെൻഡ് ചെയ്യിപ്പിക്കണ്ടേ? ആ സമയത്ത് ഈ ടി ഉണ്ടല്ലോ, ടി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. 1/some വാല്യൂ ദാറ്റ് ഇസ് അപ്രോച്ചിങ് 0 ഫ്രം നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അതുപോലെ എക്സ് 0 പ്ലസിൽ നിന്ന് അപ്രോച്ച് ചെയ്യില്ലേ? 0നെ 0 പ്ലസിൽ നിന്ന് അപ്രോച്ച് ചെയ്യില്ലേ? ആ സമയത്ത് ടീൻ്റെ വാല്യൂ എങ്ങനെ പോവുക? ഇൻഫിനിറ്റിയിലേക്ക് പോവുക, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക്. ഓക്കെ, സോ എൽ എച്ച് എൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് ആണ്, അല്ലെങ്കിൽ ടി ടെൻഡിങ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു 1/x സ്ഥാനത്ത് 1/t അല്ല, 1/x സ്ഥാനത്ത് ഞാൻ വെറും ടി ഇട്ടു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു ടി. ഇങ്ങനെ ആലോചിക്കണേ. ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോണേ. നിങ്ങളൊക്കെ ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് കണ്ടിട്ടുള്ളവരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റി, ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ്. നോക്കി, നെഗറ്റീവ് ഇൻഫിനിറ്റിയുടെ അവിടേക്ക് പോകും തോറും, എക്സിന്റെ വാല്യൂ പോകും തോറും ഇ റേസ് ടു എക്സിന്റെ വാല്യൂ കൂടെ പോണേ 0ലേക്ക് പോണേ.
എങ്ങടാ പോകുന്നത്? സീറോയിലേക്കാണ് പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? ഇതും 0 ആയിരിക്കും. സോ യുവർ ആൻസർ വിൽ ബി 0 LHLൻ്റെ. ഓക്കെ, ഇത് ഗ്രാഫിക് ചെറുതായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. നൗ വി ആർ ഗോയിങ് ടു RHL. സോ ഇവിടെ എന്താ പറയേണ്ടത്? ലിമിറ്റ് ഓഫ് എക്സ്റ്റെൻഡിങ് ടു 0+ എന്നാണ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്റ്റെൻഡിങ് ടു 0+നാണ് നമ്മളിവിടെ എന്തെന്ന് പറഞ്ഞത്? ടി ടെൻഡിങ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. രണ്ടും ഒരേ സാധനം. ഓക്കെ, സോ ടി ടെൻഡിങ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി e raised to t divided by 1 plus e raised to t. e raised to t. യെസ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ. ഇവൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്, ഇവൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. സോ അതായത് ബേസിക്കലി ഡിനോമിനേറ്റർ മൊത്തം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. സോ ഇതൊരു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. ഇവനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഇവന് അതായത് ഇതൊരു ഇൻഡിറ്റർമിനന്റ് ഫോമാണ്. ഇതിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവനെ നമുക്ക് സോൾവ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഹൗ ടു ഡു ദിസ്? कैसे करें? ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഫംഗ്ഷൻ എന്താ? e raised to t ഡിവൈഡഡ് ബൈ 1 plus e raised to t. എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെന്തെങ്കിലും ചെയ്യണം. ഓക്കെ, സോ ഞാനിവിടെ +1 ചെയ്തിട്ട് ഞാൻ -1 ചെയ്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ന്യൂമറേറ്ററിൽ തന്നെ ഞാൻ +1 ചെയ്തിട്ട് -1 ചെയ്ത ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്താ? e raised to t ഡിവൈഡഡ് ബൈ 1 plus e raised to t. ഞാൻ ന്യൂമറേറ്ററിൽ തന്നെ +1 -1 ചെയ്ത വാല്യൂ മാറില്ലല്ലോ. ഓക്കെ, ഞാൻ ഇത്ര ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടാം? e raised to t +1 ഡിവൈഡഡ് ബൈ 1 plus e raised to t -1 by 1 plus e raised to t. ഇതെന്താ? ഇത് മൊത്തം ക്യാൻസൽ ആയി പോയി 1 എന്ന് കിട്ടും. സോ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ലിമിറ്റ് t ടെൻഡിങ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ത് കിട്ടും? 1 minus 1 ഡിവൈഡഡ് ബൈ e raised to t +1 എന്ന് കിട്ടും. ഓക്കെ, ഇനി കാര്യങ്ങൾ എളുപ്പമായി. നൗ ഇറ്റ് ഈസ് ഡൂവബിൾ. എന്തുകൊണ്ടാ? ടി എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണം? ഇറ്റ് ഈസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അപ്പോൾ e raised to t എങ്ങോട്ട് പോവുക? ഒബ്വിയസ്ലി നമ്മുടെ ഗ്രാഫ് നോക്കി, e raised to x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ e raised to x എങ്ങോട്ട് പോകണേ? ഇൻഫിനിറ്റിയിലേക്ക് തന്നെയല്ലേ പോണേ. ഓക്കെ, സോ ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ e raised to t എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോവുക. ഈ e raised to t ഇൻഫിനിറ്റിയിലേക്കാണെങ്കിൽ 1 plus e raised to t എങ്ങോട്ട് പോവുക? അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ വി ഹാവ് സംതിങ് ഓഫ് ദ ഫോം ഈ ഫ്രാക്ഷൻ മാത്രം 1 ഡിവൈഡഡ് ബൈ സംതിങ് ഗോയിങ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തില്ല, അതൊരു കോൺസെപ്റ്റ് ആണ്. ബട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു നമ്പർ കിട്ടുക. ആൻഡ് ദിസ് ഇസ് വാട്ട്? ഇതെന്താ? ദിസ് ഇസ് അവർ 0. സോ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് t ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 minus 1 ഡിവൈഡഡ് ബൈ 1 plus e raised to t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1 minus 0 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1. നമുക്ക് RHL കിട്ടി. നമുക്കപ്പോൾ RHL കിട്ടി 1 ആണ്. LHL എത്രയായിരുന്നു? LHL 0 അല്ലേ? LHL എവിടെ? LHL 0 ആയിരുന്നു. സോ LHL ഇസ് നോട്ട് ഈക്വൽ ടു RHL. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിരിക്കും? നോ, ഇറ്റ് വിൽ ബി ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 9th question. 9th question എന്താ പറയുന്നത്? x² ഡിവൈഡഡ് ബൈ 2. ഓക്കെ. അപ്പോൾ ഇവിടെ ബേസിക്കലി ബ്രേക്ക് വരുന്നത് എവിടെയാ? 1ലാണ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് വരുന്നത് x = 1ലാണ് ഫംഗ്ഷന്റെ ബ്രേക്ക് വരുന്നത്. അപ്പോൾ അവിടെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ LHL എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന LHL RHL ഒക്കെ എങ്ങടെ പോകുന്നത്? എങ്ങടെ ടെൻഡിയാണ്? 1ലേക്ക് ടെൻഡിയാണ്. LHL കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലെസർ ദാൻ നമ്പേഴ്സിനല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. LHL കൺസിഡർ ചെയ്യാനായിട്ട് അറ്റ് x = 1. അപ്പോൾ LHL എത്ര വരിക? LHL വരിക x² ഡിവൈഡഡ് ബൈ 2. അതിൽ നമ്മൾ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് 1/2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ LHLന്റെ വാല്യൂ x = 1. RHLന്റെ വാല്യൂ എന്താ വരിക? RHLന്റെ വാല്യൂ വരിക 2 ഇൻറ്റു ഇവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 minus 3 ഇൻറ്റു 1 പ്ലസ് 3/2 എന്ന് വരും. ഓക്കെ, സോ 2 3 പോയിട്ടുണ്ടെങ്കിൽ -1. ആ -1ലേക്ക് നമ്മൾ 3/2 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 1 പോയ 1/2 ഹാഫ് എന്ന് കിട്ടും. LHL = RHL ആണ്. LHL = RHL ആണ്. പിന്നെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ ഈ കാറ്റഗറിയിൽ തന്നെ പെടണേ. ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഈ LHLന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ വാല്യൂ അറ്റ് 1 കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതും ഹാഫ് തന്നെ വരിക. ചെയ്ത് നോക്കിക്കോ സംശയം ഉണ്ടെങ്കിൽ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ആ പ്രോബ്ലം കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് നോട്ട് ഗുഡ്. 10th ക്വസ്റ്റ്യൻ, ദിസ് ഇസ് നോട്ട് ഗുഡ് എന്നല്ല, ബട്ട് ദിസ് ഇസ് മോഡ് ബേസിക്കലി നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10th ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് ഓഫ് എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആണെന്ന് ചോദിക്കണത്. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡൗൺ. ക്വസ്റ്റ്യൻ 10. ഈ സാധനം എക്സ് ഇസ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിക്കണത്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിക്കണത്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് മോഡിന്റെ ഗ്രാഫ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൽ ഈ എക്സ് മൈനസ് 1 ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക ഇതുപോലത്തെയാണ്. ഓക്കെ, സോ ഇത് 1, സോ ദിസ് വിൽ ബി എക്സ് മൈനസ് 1. നമ്മൾ പറഞ്ഞില്ലേ എക്സ് മൈനസ് മോഡ് ഓഫ് എക്സ് മൈനസ് 1 ആണെങ്കിൽ ഇഫ് ഫോർ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 മോഡ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ് മൈനസ് 1 ആയിരിക്കും. കാരണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ നമ്പർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എക്സിന്റെ വാല്യൂ 1-നെക്കാട്ടും കൂടുതലാണെങ്കിൽ ഈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 നമ്പേഴ്സിന് മോഡിന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ല, അത് അതുപോലെ തന്നെ തരും. എന്നാൽ എക്സിന്റെ വാല്യൂ ലെസർ ദാൻ 1 ആണെങ്കിൽ ഈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ലെസർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെസർ ദാൻ 0 നമ്പേഴ്സിന് മോഡ് എന്താ ചെയ്യുക, ഒരു മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളും. ഓക്കെ, സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻസ് ആണ്. സോ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പോൾ അവിടെ ഈ എക്സ് മൈനസ് 1 ആയിരിക്കും ഫംഗ്ഷൻ ഡെഫിനിഷൻ. ലെസർ ദാൻ 1 എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ, അവിടെ എന്തായിരിക്കും 1 മൈനസ് എക്സ് ആയിരിക്കും ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇതുവരെ റെഡി അല്ലേ? ഓക്കെ ഓക്കെ, സോ ഫംഗ്ഷൻ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 അവിടെയാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്കൊരു അനാലിസിസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ചെയ്യാം. നമ്മൾ പറഞ്ഞു മോഡ് എക്സിന്റെ വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എക്സിന് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യും. എക്സ് ലെസർ ദാൻ 0 ആണെങ്കിൽ അത് എന്ത് ചെയ്യും, എക്സിന് ഒരു മൈനസിന് കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് തരും, ഇല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു രീതിയിലാണ് മോഡ് എക്സിന്റെ ഗ്രാഫ് വരിക. എൻ്റെ മോനെ, ബേസിക്കലി ഐ എം ട്രൈങ് ടു ഡ്രോ സ്ട്രേറ്റ് ലൈൻ. ഇതൊക്കെ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് എഴുതുമ്പോൾ ഇങ്ങനെ വഴിക്ക് പോകും, അതാ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് മോഡ് എക്സിന്റെ ഗ്രാഫും കൂടി വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ് ഇസ് ഈക്വൽ ടു 1 ഈ സാധനത്തിന്റെ കണ്ടിന്യൂറ്റി നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 0. എന്താ സാറി പറയണേ, എന്നാലും ആലോചിക്കണേ. ഐ കം ടു ദ പോയിന്റ്. എക്സ് ഈക്വൽ ടു 1 നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി വി ആർ ചെക്കിംഗ് ഫോർ ദ കണ്ടിന്യൂറ്റി ഫ്രം പോയിന്റ്സ് ദറ്റ് ആർ വെരി വെരി ക്ലോസ് ടു 1. ഇത്ര വളരെ ക്ലോസ് ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്നാണ് നമ്മൾ ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണത്. ആൻഡ് ദീസ് പോയിന്റ്സ് ആർ ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ഇഫ് ദീസ് പോയിന്റ്സ് ആർ ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 0, ഈ മോഡ് എക്സിന്റെ വാല്യൂ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ജസ്റ്റ് എക്സ് എന്നായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് എക്സ് മൈനസ് 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 കണ്ടിന്യൂറ്റിക്ക് ആണെങ്കിൽ നമുക്ക് ഈ മോഡ് എക്സിനെ പിടിച്ചിട്ട് വെറും എക്സ് എന്ന് പറയാം. ദെൻ ദിസ് ഫംഗ്ഷൻ ബിക്കംസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് മോഡ് ഓഫ് എക്സ് മൈനസ് 1. കാരണം മോഡ് എക്സ് വിൽ ഓൾവേസ് ബി ദിസ് എക്സ് ദാറ്റ് വി ആർ ഇൻപുട്ടിങ് ടു ചെക്ക് ദ കണ്ടിന്യൂറ്റി വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. 1 കണ്ടിന്യൂസ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ പോകുന്ന എക്സിന്റെ വാല്യൂ എന്തായാലും 0-നെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും. കാരണം നമ്മൾ 1 വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇൻപുട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ബേസിക്കലി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു 1 അവിടെ എൽ എച്ച് എൽ ആർ എച്ച് എൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ എൽ എച്ച് എൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആർ എച്ച് എൽ കണ്ടുപിടിക്കാം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ ഓക്കെ, സോ എൽ എച്ച് എൽ കണ്ടുപിടിക്കുമ്പോൾ
എന്താ പറയുക LHL കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ മോഡ് വീണ്ടും ബ്രേക്ക് ആവും. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ LHL കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ അപ്രോച്ചിങ് 1 ഫ്രം x1 മൈനസ് RHL കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വി ആർ അപ്രോച്ചിങ് 1 ഫ്രം 1 പ്ലസ്. ഓക്കെ, സോ 1 മൈനസിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ? വി ആർ അപ്രോച്ചിങ് 1 ഫ്രം ദിസ് സൈഡ്. ഈ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത്. ഈ സൈഡിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താ? മോഡ് 1 മൈനസ് എക്സിന്റെ വാല്യൂ എത്രയാ? മോഡ് x മൈനസ് 1ന്റെ വാല്യൂ എത്രയാ? 1 മൈനസ് എക്സ് ആണ്. മോഡ് x മൈനസ് 1ന്റെ വാല്യൂ എത്ര? 1 മൈനസ് എക്സ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ? എക്സ് പ്ലസ് 1 മൈനസ് എക്സ്. ഇത് എത്രയാ? 1 അല്ലേ? സോ നമ്മുടെ LHL വാല്യൂ ഡെഫിനറ്റ്ലി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി RHL കൺസിഡർ ചെയ്യാം. RHL കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോഡ് x മൈനസ് 1ന്റെ ഫംഗ്ഷൻ എങ്ങനെയാ? എന്താ? ഗ്രേറ്റർ ദാൻ 1ല് മോഡ് x മൈനസ് 1ന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x മൈനസ് 1 തന്നെയാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് വിൽ ബി x മൈനസ് 1. ദിസ് വിൽ ബി ഈക്വൽ ടു 2x മൈനസ് 1. നൗ വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് x ടെൻഡിങ് ടു 1 പ്ലസ് 2x മൈനസ് 1. ദിസ് വിൽ ബി ഈക്വൽ ടു വെറും 1. ഇതാണ് നമ്മുടെ RHL. അപ്പോൾ അതാണ് നമുക്ക് LHL കിട്ടി 1 ആണ്, RHL കിട്ടി 1 ആണ്. സോ ദെയർഫോർ ആർ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ആയിരിക്കുമോ? അല്ല. വി ഹാവ് ജസ്റ്റ് റിസീവ്ഡ് ദാറ്റ് LHL ഇസ് ഈക്വൽ ടു RHL. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇനി എന്തും കൂടി നോക്കണം? എഫ് ഓഫ് 1 കൂടി നോക്കണം. എഫ് ഓഫ് 1 കൂടി നോക്കണ്ടേ? നോക്കാം, കുഴപ്പമില്ല. സോ നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എഫ് ഓഫ് 1 നമ്മൾ എവിടെ നിന്ന് നോക്കണ്ടേ? ആക്ച്വൽ ഫംഗ്ഷൻ നോക്കണ്ടേ? സോ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു മോഡ് 1 പ്ലസ് മോഡ് 1 മൈനസ് 1 which is equal to 1 plus 0 which is equal to 1. ഓക്കെ, എല്ലാം കറക്റ്റ്. ഓക്കെ, RHL വാല്യൂ 1 ആയിരുന്നു, LHL വാല്യൂ 1 ആണ്, ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. സോ ഓൾ ദ ത്രീ തിങ്സ് ആർ ദ സെയിം ആൻഡ് ദേ ആർ ഈക്വൽ ആൻഡ് ദെയർഫോർ ദിസ് ഫംഗ്ഷൻ വിൽ ബി കണ്ടിന്യൂസ് അറ്റ് x is equal to 1. ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. 10ന്റെ ഉത്തരം.